നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിപിനെ, ഇത് നിന്റെ മറ്റേ കക്ഷിയല്ലേ? ആ, ഇത് അവള് തന്നെ. കൂടെ ആരാടാ? അവളുടെ അമ്മാവന്റെ മോൻ. നമ്മളൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയല്ലേ അത് ഏറ്റെടുക്കാൻ ഇതുപോലെ ചില കിഴങ്ങന്മാരും ഉണ്ടാവുമല്ലോ. സംഗതി എന്തായാലും അവള് കൊള്ളാടാ. ഇവനെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഒരുപാട് വേദനയുള്ള പെൺകുട്ടിയല്ലേ, വേണമെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചേക്കാം. നിർബന്ധമാണോ നിനക്ക്? അല്ല, വളയുമെങ്കിൽ. എന്താ സംശയം? ഒറ്റ ദിവസത്തെ പരിചയം കൊണ്ട് എന്നെ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റിയവളാ. അവൾ ആരുടെ കൂടെയും പോവും. എന്തായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. വേണ്ടടാ, അവൾ അവിടെ വഴിക്ക് പോക്കോട്ടെ. ഇതൊക്കെ ഒരു രസമല്ലടാ, അതും അവളുടെ പുതുമണവളൻ കൂടെ ഇരിക്കുമ്പോ. അവളെ കട്ട് ചെയ്ത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആരെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. നീ ഫോണിലെടുത്ത് സംസാരിക്കൂ. വേണ്ട, കമ്പനി കോളാ. വീണ്ടും കട്ട് ചെയ്തു. അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എത്ര കാലം പറ്റുമെന്ന് നമുക്ക് നോക്കാം. എടാ, മര്യാദക്ക് അത് കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ, വെറുതെ എന്റെ പുറകെ പോകണ്ട. ആരും ഇവിടെ എങ്ങും പോകുന്നില്ല. നമ്മൾ തൊട്ടതൊക്കെ നമ്മുടെ തന്നെ. അതാ വിപിന്റെ ഒരു രീതി. നിതീജി, ചെറിയച്ഛനെ കാണാൻ പോയ കാര്യം അമ്മയോട് പറയണ്ട, പ്രശ്നാവും. വാ. എവിടെയായിരുന്നു ഈ നേരം വരെ? സാറ് കൂടെ വിളിച്ചത് പാർലറിലേക്ക് സാധനം മേടിക്കാൻ തന്നെയല്ലേ? അതെ അമ്മേ. അല്ല, പിന്നെ നിങ്ങൾ എവിടെയാ പോയത്? ഹോസ്പിറ്റലിലേക്ക്. ആരെ കാണാൻ? ചെറിയച്ഛൻ ഹോസ്പിറ്റലിലാ. ആര്? ശിവാനന്ദനോ? നിന്റെയും ജീവന്റെയും വിവാഹം മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ ശിവാനന്ദൻ തന്നെയല്ലേ? കല്യാണ മണ്ഡപത്തിൽ വിളിച്ചു കൂട്ടിയ ആളുകൾക്ക് മുൻപില് നിന്റെ കുടുംബത്തെയും ഈ കുടുംബത്തെ അപമാനിച്ചത് ഈ ശിവാനന്ദൻ തന്നെയല്ലേ? അമ്മ ഒട്ടും സുഖമില്ലാന്ന് പറഞ്ഞതുകൊണ്ട്. അവര് തമ്മിൽ ബന്ധം വെട്ടിമുറിച്ച് സംസാരിച്ചതിന് നീയും സാക്ഷിയല്ലേ? ശിവാനന്ദനെ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ലേ? എന്നിട്ട് എന്തിനാ പോയത്? കാര്യം അറിയുമ്പോ അമ്മ എന്നോട് ക്ഷമിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോ മറ്റുള്ളവർക്കൊക്കെ സ്വന്തം അഭിമാനത്തെ കുറിച്ച് ചിന്തിക്കാം.
ഞാൻ ചിന്തിക്കാൻ പാടില്ല അല്ലേ? ശിവാനന്ദനോടും കുടുംബത്തോടും എന്റെ ജീവിതത്തിൽ ഞാൻ പൊറുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതുപോലെ തന്നിഷ്ടം കാണിച്ച് ജീവിക്കാനാണെങ്കിൽ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും. അമ്മേ, അമ്മേനെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഒരാപത്ത് വരുമ്പോ അതിനു മുൻപുള്ള സകല വൈരാഗ്യങ്ങളും മറന്നു കളയണമെന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതേ ചെയ്തോളൂ. എന്നെ ശിക്ഷിച്ചോളൂ അമ്മ. ചെറിയച്ഛന് വയ്യെന്ന് ഈ കുടുംബത്തിൽ മോളാണോ ആദ്യം അറിഞ്ഞത്? അതെ. എന്നാ സാറേ ഒന്ന് വിളിച്ച് ചോദിക്കും, എന്നോട് ആദ്യം പറഞ്ഞിരുന്നു എന്ന്. സാറ എന്നോട് പറഞ്ഞിരുന്നു. മോളോട് പറയാൻ അമ്മയാണ് സാറയോട് പറഞ്ഞത്. ഇക്കാര്യം കേട്ട് ജീവനോ രഘുവേട്ടനോ ദേഷ്യം വരണ്ടാന്ന് കരുതിയ എല്ലാം രഹസ്യമായിരുന്നോട്ടെ എന്ന് ഞാൻ കരുതിയത്. അതിനിങ്ങനെ കരഞ്ഞ് കാലു പിടിക്കുകയൊക്കെ ചെയ്ത ഞാൻ എന്താ ചെയ്യുക? അത് ശരി. അപ്പോ എല്ലാം അമ്മ അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അമ്മയെല്ലാം ക്ഷമിച്ചോ? ഇനി മുതല് എന്റെ മോൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തും എനിക്കും ഇഷ്ടമില്ലാത്തതാണ്. ഇവൾക്ക് ഇഷ്ടമുള്ളത് എന്തും എനിക്കും ഇഷ്ടമുള്ളതായിരിക്കും. അടുത്ത ജന്മത്തില് നീ എന്റെ മകളായി തന്നെ ജനിക്കണം. വേണ്ട, അമ്മയുടെ മോളായിട്ട് ജനിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. മോളായി ജനിച്ചാല് അമ്മയെ വിട്ടു പോവേണ്ടി വരില്ലേ? എനിക്ക് അടുത്ത ജന്മവും അമ്മയുടെ മരുമകൾ തന്നെ ആവണം. ഒരിക്കലും അമ്മയെ പിരിയാതിരിക്കാൻ. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു. എന്റെ നിത്യേച്ചി, ഇങ്ങനെ എന്റെ അമ്മയെ കീഴടക്കാൻ വേറെ ആരെ കൊണ്ട് പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.